പശ്ചാത്തല മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പിലിക്കോട് ഗ്രാമപഞ്ചായത്തും 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ആരോഗ്യ കാർഷിക മേഖലകൾക്കും മികച്ച പരിഗണന നൽകിക്കൊണ്ടുള്ളതാണ് പിലിക്കോട് പഞ്ചായത്തിന്റെ ഇത്തവണത്തെ ബജറ്റ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ, തുല്യമായ വികസനത്തിലൂടെയും പാരിസ്ഥിതിക സുസ്ഥിരതയിലൂടെയും ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങളിലൂടെയും നേടിയെടുക്കുന്നതിനുള്ള സജീവമായ ഇടപെടലുകളാണ് കേരളത്തിലുടനീളം നടന്നു വരുന്നത്. ആധുനിക വൈജ്ഞാനിക മേഖലകളുടെ പിൻബലത്തോടെ ഉൽപാദന വ്യവസ്ഥകളെ, പ്രത്യേകിച്ച് കാർഷിക വ്യാവസായിക മേഖലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനാണ് 14ാം പഞ്ചവത്സരത്തിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 34,23,850 രൂപ വരവും 32,17,61 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന 1,96,28,289 രൂപയുടെ മിച്ച ബജറ്റാണ് പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് എ കൃഷ്ണൻ അവതരിപ്പിച്ചത്. പശ്ചാത്തല മേഖലയ്ക്ക് 3,66,94,960 രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഇതിലേറിയ പങ്കും ഗ്രാമീണ റോഡുകളുടെ റീടാറിങ്ങിനാണ് നീക്കിവെച്ചത്. റോഡ് ടാറിംഗ്, ഡ്രൈനേജ്, കൾവർട്ട് നിർമ്മാണം എന്നിവയും പശ്ചാത്തല മേഖലയിലെ പ്രവൃത്തികളിൽ ഉൾപ്പെടുന്നു. മിനി ഷോപ്പിംഗ് കോംപ്ലക്സ്, കാലിക്കടവ് കഫേ, ക്യാൻറ്റീൻ മാൾ എന്നിവയ്ക്കായി 45,70,000 രൂപ വകയിരുത്തി. ബജറ്റിൽ ആരോഗ്യമേഖലയ്ക്ക് 98,44,240 രൂപയും കൃഷി മൃഗസംരക്ഷണ മേഖലയ്ക്കായി 97,44,180 രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് കെട്ടിടവും ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണവും, സ്നേഹക്കൂട് വയോജന സൗഹൃദ സംഗമം, ഈസി കിച്ചൺ, ഹരിതഭവനം, ആടുവളർത്തൽ തുടങ്ങിയവയാണ് ബജറ്റിലെ മറ്റ് പ്രധാന വികസന നിർദ്ദേശങ്ങൾ. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി ആമുഖഭാഷണം നടത്തി. നാടിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഏറ്റവും ദീർഘവീക്ഷണ കാഴ്ചപ്പാടോടുകൂടിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനം അധികാര വികേന്ദ്രീകരണവും വന്നതിന് ശേഷം കേരളത്തിനകത്തും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തലത്തിലൊക്കെ തന്നെ നടന്നിട്ടുള്ളത്. അതിന്റെ വലിയ നിലയിലുള്ള പുരോഗതിയും മാറ്റവും കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലത്തെ നമ്മുടെയൊക്കെ ജനകീയ ആസൂത്രണത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി, അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതെല്ലാ മേഖലയിൽ, കാർഷിക മേഖലയിൽ, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും, നമ്മുടെ സമൂഹത്തിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, പരിഗണിക്കേണ്ട സാമൂഹ്യ വിഭാഗങ്ങളായിട്ടുള്ള വനിതകളുടെയും കുട്ടികളുടെയും ഉന്നമനവും ക്ഷേമവും ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് തന്നെ പദ്ധതി ആസൂത്രണ സമയത്ത് 10% തുക നിർബന്ധമായും വനിതാ മേഖലയ്ക്ക് വേണ്ടി നീക്കിവെക്കണമെന്ന് പറയുകയാണ്. ജനപ്രതിനിധികളും വിവിധ മേഖലകളിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.